ഇപ്പൊ ചില ആൾക്കാർ പറയുമല്ലോ പാട്ട് പഠിക്കാതെ തന്നെ പാടുന്നവരുണ്ട്. അതൊക്കെ ഇപ്പൊ ജന്മനാ കിട്ടണ ഒരു പാട്ട് പഠിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ ടെക്നിക്കാലിറ്റി അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ് തൊണ്ടയില്, ഡെയിലി പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പിന്നെ കേൾക്കണം, പ്രാക്ടീസ് മാത്രമല്ല. ഒരു പാട്ട് ഇപ്പൊ പാടാൻ നേരത്തെ എത്ര പ്രാവശ്യം അത് കേൾക്കും? ഞാൻ ഒരു പാട്ട് തന്നെ കുറെ തവണ കേൾക്കാറില്ല. അത് ചില പാട്ടുകളുണ്ട്, ഇപ്പൊ രാജസ്ഥാന്റെ ചില പാട്ടൊക്കെ ഒരു പാട്ടിനോട് ചില പ്രാന്ത് തോന്നി കഴിഞ്ഞാൽ അത് ഇങ്ങനെ റിപ്പീറ്റിൽ കേട്ടാലും നമുക്ക് മടുക്കില്ല. അങ്ങനെയല്ലാതെ പഠിക്കാനായിട്ട് കേൾക്കുക എന്നുള്ള ഒരു പരിപാടി ഈ ഷോയിൽ വന്ന സമയത്താണ് ഉണ്ടാവുന്നത്. അല്ലാതെ പാട്ട് പഠിക്കാനായിട്ട് ഇങ്ങനെ കേൾക്കാറില്ലായിരുന്നു. പക്ഷെ അങ്ങനെ കേൾക്കണത് നല്ലതാണ്. അങ്ങനെ ആയിരുന്നില്ല ഞാൻ കേട്ടോണ്ടിരുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ പാട്ട് കേൾക്കും. അപ്പൊ കേൾക്കുമ്പോൾ നമ്മുടെ ആ ഒരു മെമ്മറിയിൽ അത് കയറും. അങ്ങനെ ആ ഓർമ്മ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഒരു പാട്ട് പാടുമെന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച പാട്ടല്ല പാടുന്നത്, കേട്ട പാട്ടാണ് പാടുന്നത്. കേട്ട പാട്ടാണ് പാടുന്നത്. പെട്ടെന്നൊരു പാട്ട് പാടുക, തുമ്പീവ എന്നുള്ള പാട്ട് പാടുക പറയുമ്പോൾ തുമ്പീവ ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാണ്ട് ഞാൻ തുമ്പീവ പഠിച്ചിട്ടില്ല. പക്ഷെ അപ്പൊ രണ്ടിനും വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല? വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കേട്ടതിൽ എന്താന്നൊക്കെ നമുക്കറിയാലോ. അങ്ങനെ